കേരളത്തിലെ CPM-ലും സംസ്ഥാന മന്ത്രിസഭയിലും ഒരു കുറുമുന്നണി പ്രവർത്തിക്കുന്നുണ്ടോ? മന്ത്രിസഭയിലെ 3 മന്ത്രിമാരുടെ ഒരു സംഘം, ഒരു മൂവർ സംഘം അല്ലെങ്കിൽ ത്രയം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നതായി നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവ് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനുള്ള യാതൊരു കാരണവുമില്ല. കാരണം പാർട്ടിയിലും മന്ത്രിസഭയിലും നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വിശ്വസിക്കാനാണ് ന്യായങ്ങൾ ഏറെയുള്ളത്. മന്ത്രിസഭയിൽ ഒരു ത്രയം പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ സംസ്ഥാനത്തെ പാർട്ടിയിലും ഉണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവ്, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, തദ്ദേശ ഭരണത്തിന്റെ ചുമതലയുള്ള മന്ത്രി MP രാജേഷ്, ഈ 3 പേരും മന്ത്രിസഭയിൽ അംഗമായിരുന്നതിന്റെ കാര്യത്തിൽ വലിയ സീനിയോറിറ്റി ഒന്നുമില്ലെങ്കിലും വഹിക്കുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കുമ്പോൾ സീനിയറായിട്ടുള്ള മന്ത്രിമാരാണ്. ഇവർ 3 പേരുമാണ് ഈ ത്രയം അല്ലെങ്കിൽ തൃത്വം അല്ലെങ്കിൽ മൂവർ സംഘം. അവര് മന്ത്രിസഭയ്ക്കുള്ളിൽ അങ്ങനെ ഒരു ചെറിയ മുന്നണിയായിട്ട്, കുറുമുന്നണിയായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് പറയുന്നത്. നമ്മുടെ P. രാജീവ് കഴിഞ്ഞ ദിവസം അല്ലെ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ ആരോപണത്തെ 100% തള്ളിപ്പറയുക, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നുമുണ്ട്. അതാണ് രസകരമായ കാര്യം. മന്ത്രിസഭയിൽ താനടക്കം ഒരു ത്രയം പ്രവർത്തിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രചാരണം. ഞങ്ങൾ പണ്ടേ ഒരു ത്രയമാണ്, അതായത് ഒരേ സമയത്ത് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചു വന്ന നേതാക്കൾ എന്നാണ് രാജീവിന്റെ വ്യാഖ്യാനം. അവർ തമ്മിൽ ഒരു ബോണ്ട്, അടുപ്പം, ഒരു ഇഴയടുപ്പം, അസാമാന്യമായൊരു ബന്ധം. ചില സന്ദർഭങ്ങളിൽ അത്തരം ബന്ധങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിലായാലും മറ്റേതെങ്കിലും സംഘടനകളിലായാലും കുറേ കാലമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ അത്തരത്തിലൊരു ബോണ്ട് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ ബന്ധത്തിനൊന്ന് ശക്തി കൂടും, കുറെ കൂടെ കരുത്താർജിക്കും. അത് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ അല്ലെങ്കിൽ CPM-ൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിലെ ഇത്തരത്തിലുള്ള ചേരിതിരിവുകൾ, അതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കുറുമുന്നണികൾ, ത്രയങ്ങൾ, ദ്വന്ദ്ങ്ങൾ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. പലപ്പോഴും അത് സംഭവിക്കുന്നത് തനിക്ക് വേണ്ടത്ര അംഗീകാരം അല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ്. അത് മാത്രമല്ല, അർഹരല്ലാത്ത ചിലർക്ക് അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും പ്രൊമോഷനും പരിഗണനയും കിട്ടുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും ഈ വക ചേരിതിരിവുകളും ഗ്രൂപ്പ് കൂടലുകളും സംഘം ചേരലുകളും സംഭവിക്കാം. പാർട്ടിക്കുള്ളിലാണെങ്കിൽ വ്യക്തികൾ തമ്മിലായിരിക്കും അല്ലെങ്കിൽ അവർക്കിടയിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പുതിയ ബോണ്ട്, ബന്ധം അല്ലെങ്കിൽ ഒരു ഒന്നിച്ചു നിൽക്കലൊക്കെ രൂപപ്പെടുക. അതേസമയം മുന്നണിയിലാണെങ്കിൽ ചില ഘടക കക്ഷികൾ തമ്മിലായിരിക്കും. അവിടെ സംഭവിക്കുന്നത് ആ മുന്നണിയിലെ പ്രധാന കക്ഷിയുടെ ഒരു വലിയേട്ടൻ മനോഭാവമായിരിക്കും. ഞങ്ങളാണ് വലുത്, ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ മതി, നിങ്ങളൊക്കെ ചെറിയ പാർട്ടികളാണ്, നിങ്ങൾക്ക് അത്രയ്ക്കുള്ള പരിഗണനയെ തരാൻ പറ്റൂ എന്നൊക്കെ ആ മുന്നണിയിലെ ഒരു വലിയ കക്ഷി, അത് LDF ആണെങ്കിൽ CPM, UDF ആണെങ്കിൽ കോൺഗ്രസ്, ഇങ്ങനെയുള്ള പാർട്ടികൾ അങ്ങനെ ഒരു സമീപനം എടുക്കുമ്പോഴാണ് മുന്നണിക്കുള്ളിൽ ഇത്തരത്തിലുള്ള കുറുമുന്നണികളും ചേരിതിരിവുകളും ഒക്കെ ശക്തിപ്പെടുക. കേരള രാഷ്ട്രീയ ചരിത്രത്തില് ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ച ഏറ്റവും വലിയ ചരിത്ര വിജയം എന്ന് പറയുന്നത് 1967 തെരഞ്ഞെടുപ്പാണ്. ആ മുന്നണിയെ പൂർണ്ണ അർത്ഥത്തിൽ ഇടതു മുന്നണി എന്ന് പറയാമോ എന്ന സംശയമുണ്ട്. കാരണം അന്ന് മുസ്ലിം ലീഗ് അതിന്റെ ഭാഗമായിരുന്നു. പിന്നീട് അവര് UDF-ലേക്ക് മാറുകയാണ് ഉണ്ടായത്. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നയിച്ച സപ്തകക്ഷി മുന്നണി, അവർക്ക് അന്ന് 133 സീറ്റുള്ളതിൽ 117 സീറ്റുകളാണ് ലഭിച്ചത്. അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 9 സീറ്റായിരുന്നു, കേരള കോൺഗ്രസിന് 5 സീറ്റ്. അങ്ങനെ മൃഗീയമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് EMSന്റെ 67 മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. പക്ഷേ കാലക്രമേണ അതിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഘടകകക്ഷികൾക്കിടയിൽ വലിയ ചേരിപ്പോര് രൂപം കൊണ്ടു. CPM-നെതിരെ
മൂന്നാല് കക്ഷികൾ ഒന്നിച്ചു നിന്നു. 4 കക്ഷികൾ ചേർന്ന് ഒരു കുറുമുന്നണി രൂപവൽക്കരിച്ചു. ഏതാണ്ട് ഔദ്യോഗികം എന്ന് പറയാവുന്ന രീതിയിൽ മുന്നണിക്കുള്ളിൽ ഒരു കുറുമുന്നണി. അന്ന് അതിന് നേതൃത്വം കൊടുത്ത CPI ആണ്. മുസ്ലിം ലീഗ് അവരോട് കൂടിയായിരുന്നു. RSP, അന്നത്തെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ 4 പാർട്ടികൾ ഒന്നിച്ചു നിന്ന്, മുന്നണിക്കുള്ളിൽ ഒന്നിച്ചു നിന്ന് ഈ CPM-നെതിരായിട്ട്, CPM-ന്റെ കൂടെ അന്ന് KTP, KSP പോലെയുള്ള ചെറുകിട പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ആ സംവിധാനത്തിനെതിരെ ഈ കുറുമുന്നണി പോരാട്ടം നയിച്ചു. അവസാനം ആ മുന്നണി തകർന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ 2ാമത്തെ സർക്കാരും രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ അന്ന് നേതാക്കന്മാരൊക്കെ പല തട്ടിലായിരുന്നു. EMS-ഉം AKG-യും തമ്മിൽ നല്ല പോരുണ്ടായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരിക്കുന്ന കാലത്ത് P. കൃഷ്ണപിള്ളയോടും EMS-നോടും മറുതലിച്ച് അന്ന് AK ഗോപാലൻ മദ്രാസിലേക്ക് പട്ടിണിയാത നടത്തിയിട്ടുണ്ട്, അവരുടെ അനുവാദം കൂടാതെ സ്വന്തം നിലയ്ക്ക്. പിന്നീട് CPM-ന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, ആ പാർട്ടിയിലും AKG-യും EMS-ഉം തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു. പിന്നീട് VS-ന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും CITU പക്ഷവും തമ്മിൽ വലിയ ചേരിപ്പോര് നടന്നു. അത് പിന്നീട് പിണറായിയും VS-ഉം തമ്മിലായി. VS-നെ ഒടുക്കം പിണറായി വിജയൻ വെട്ടി നിരത്തി, അഡ്രസ് ഇല്ലാതാക്കി, മേൽവിലാസം ഇല്ലാതാക്കി. അങ്ങനെയാണ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു CPM ഇപ്പോൾ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്നത്. ആ പാർട്ടിയിലാണ് ഇപ്പോൾ മന്ത്രിസഭയിലെ ത്രയം, അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവര് ഒന്നിച്ചു ചേരുന്നുവെന്ന തോന്നൽ ഉണ്ടാകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ ഈ കുറുമുന്നണി പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഇവരെല്ലാം കോൺഗ്രസ് ആയിരുന്നു നേരത്തെ. P. കൃഷ്ണപിള്ളയും EMS-ഉം AKG-യും ഒക്കെ അന്നത്തെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. പക്ഷെ അവർ കോൺഗ്രസ് പാർട്ടിക്കുള്ളില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിച്ചു. അതായത് പാർട്ടിക്കുള്ളിലെ മറ്റൊരു പാർട്ടി. അങ്ങനെ കോൺഗ്രസിനുള്ളിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ ആ CSP-ക്കുള്ളിൽ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അവര് CPI-യുടെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കി. അതിന്റെ പേരിൽ പ്രവർത്തനം നടത്തി. ആ ഫ്രാക്ഷനാണ് പിന്നീട് പിണറായിയിലെ പാറപ്പുറം എന്ന സ്ഥലത്ത് ചേർന്ന യോഗത്തിൽ CPI ആയിട്ട് രൂപാന്തരപ്പെട്ടത്. ഇപ്പോൾ CPM-നുള്ളിൽ നമ്മൾ കാണുന്ന ചില അനഭിലഷണീയമായ പ്രവണതകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന ഈ ത്രയത്തിന്റെ, മന്ത്രിസഭയ്ക്കുള്ളിലെ ത്രയത്തിന്റെ ഒരു കൂടിവരവിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, കേരളത്തിലെ CPM-ൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വാക്കില്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല. എല്ലാറ്റിനും കാരണഭൂതൻ, എല്ലാറ്റിൻ്റെയും ക്യാപ്റ്റൻ അത് പിണറായി തന്നെയാണ്. പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഒരു ഇഞ്ച് വഴിമാറി സഞ്ചരിക്കില്ല. അത് നേതാക്കൾക്കും അണികൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഈ അപ്രമാദിത്വത്തെ ആരും എതിർക്കുന്നില്ല, എതിർക്കാൻ ധൈര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും ഇപ്പൊ CPM-ൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങേയറ്റം കരുത്തനായതുകൊണ്ട് ആരും എതിർക്കാൻ ധൈര്യപ്പെടുന്നില്ല. അദ്ദേഹത്തെ പേടിച്ചു തന്നെയാണ് പാർട്ടിയിലെ മറ്റു നേതാക്കൾ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കേടിന് വിധേയനായാൽ പിന്നെ പാർട്ടിയിലില്ല, അവന്റെ പാർട്ടിയിലെ കാര്യം തീർന്നു, കട്ടപ്പുകയായി. അതാണ് സ്ഥിതി. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയെ പേടിക്കാം, പിണറായി വിജയനെ പേടിച്ചു കഴിയാം, പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകനെ കൂടെ പേടിച്ച് ജീവിക്കാൻ വയ്യ, അങ്ങനെ കഴിയാൻ വയ്യ. ആ ഒരു ചിന്തയാണ് ഇപ്പോൾ മന്ത്രിസഭയിലും പാർട്ടിക്കുള്ളിലുമൊക്കെ അസ്വാസ്ഥ്യത്തിന്റെ, അതൃപ്തിയുടെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയതിന്റെ കാരണം. ടൂറിസം PWD മന്ത്രിയായ മുഹമ്മദ് റിയാസിന്, അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയാണ്, മുഖ്യമന്ത്രിയുടെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മന്ത്രിസഭയിലും പാർട്ടിയിലും കിട്ടുന്ന അമിതമായ പ്രാധാന്യം, അല്ലെങ്കിൽ പരിഗണന, അല്ലെങ്കിൽ അദ്ദേഹം സീനിയോറിറ്റിയൊക്കെ വകവെക്കാതെ ഇങ്ങനെ നിരന്തരം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അതൊക്കെയാണ് പാർട്ടിയിലെ അതൃപ്തിയുടെ വിത്തുകൾ പാകിയത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്ക് അതൊക്കെ കൂടുതൽ ശക്തിപ്പെടും. അത്തരത്തിലുള്ള അതൃപ്തിയും അസ്വസ്ഥതയും ഒക്കെ കൂടുതൽ ബലപ്പെടും. അതാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. അതാണ് ഇപ്പോൾ CPM-ൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയിലെ അല്ലെങ്കിൽ ഗവൺമെന്റിലെ വളർച്ചയുടെ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ആദ്യമായിട്ട് നിയമസഭാംഗമാകുന്നു, മന്ത്രിയാകുന്നു. മന്ത്രി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വകുപ്പുകൾ, പൊതുമരാമത്തും ടൂറിസവും, നല്ല ബജറ്റ് അലോക്കേഷനുള്ള PWD,
അതുതന്നെ ഗ്ലാമറുള്ള ടൂറിസം. ഇത് രണ്ടും ആരും ആഗ്രഹിക്കുന്ന രണ്ട് വകുപ്പുകളാണ്. രണ്ടും അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ലഭിക്കുന്ന അമിതമായ പരിഗണന. അദ്ദേഹം കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസില് കേന്ദ്ര കമ്മിറ്റി ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ കാരണങ്ങളാൽ അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കിട്ടുന്ന പ്രത്യേക പരിഗണനയോ പ്രാധാന്യമോ മാത്രമല്ല പ്രശ്നമായിട്ടുള്ളത്. അദ്ദേഹത്തെ CPM-ന്റെ ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന തോന്നൽ അദ്ദേഹത്തെക്കാൾ സീനിയറായ, അർഹത വീണ്ടുവോളമുള്ള മറ്റ് നേതാക്കൾക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പിണറായി വിജയന് ശേഷം കേരള CPM-ൽ എന്ത് എന്ന ചോദ്യം കൂടെ ഇപ്പോഴത്തെ ഈ അസംതൃപ്തിയിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് സാരം. ഈ മന്ത്രിസഭയിലെ 2 സീനിയർ മന്ത്രിമാരാണ്. ഞാൻ പറഞ്ഞല്ലോ, കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ P. രാജീവും KN ബാലഗോപാലും. പക്ഷെ അവരെടുക്കുന്ന പണിക്ക് അർഹമായ അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട അംഗീകാരം ഈ 2 മന്ത്രിമാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ സംശയം തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. അതേസമയം ഒട്ടും വിയർക്കാത്ത ചില ആളുകൾ ക്രെഡിറ്റുമായിട്ട് പോവുകയും ചെയ്യുന്നു. P. രാജീവ് വ്യവസായ വകുപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ പരാതികളൊന്നുമില്ല. കേരള സംസ്ഥാനം നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ 1ാം റാങ്കിലേക്ക് വന്നതൊക്കെ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്താണ്. അത് ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് മറ്റു ചില കാഴ്ചപ്പാടുകളൊക്കെ സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ കേരളം നിക്ഷേപ സൗഹൃദത്തിൽ 1ാമത് എത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അത് സാമാന്യം നല്ല വിജയമായിരുന്നു. പ്രതിപക്ഷം പോലും അതിൽ പങ്കെടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു ഗ്ലാമറിൽ നിൽക്കുകയായിരുന്നു, ഒരു ലൈം ലൈറ്റിന് ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ മന്ത്രിസഭയുടെ 4ാം വാർഷികമായപ്പോഴേക്ക് വ്യവസായ വകുപ്പിന് കിട്ടേണ്ട പ്രാധാന്യം അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചു അല്ലെങ്കിൽ കൊടുത്തു എന്നൊക്കെ ഭരണപക്ഷം പറയും, സർക്കാർ വൃത്തങ്ങൾ പറയും, പാർട്ടിയും പറയും. പക്ഷെ നമുക്ക് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ലഭിച്ചിട്ടുണ്ടോ? ഈ വിഴിഞ്ഞം തുറമുഖം, അതുപോലെ തന്നെ റോഡ് വികസനം. ഈ റോഡ് വികസനം ഏതാണ്ട് ഒരു 80-90% നടന്നത് ദേശീയ പാതയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ്. പക്ഷെ ഇതൊക്കെയാണ് ഉയർത്തിക്കാട്ടുന്നത്. റോഡ് വികസനം, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം മുതലായവ. അവിടെ വ്യവസായ വകുപ്പിന് വേണ്ട ഒരു അംഗീകാരവും പ്രാധാന്യവും ലഭിച്ചോ? ഈ KSIDC ആണ് വ്യവസായ വകുപ്പിന്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു നട്ടല്ലെന്ന് പറയുന്നത്. അവിടുത്തെ MD-യെ ഈ അടുത്ത കാലത്ത് മാറ്റിയത് പോലും മന്ത്രി അറിഞ്ഞില്ല എന്നാണ് അരമന കഥകളിൽ കേൾക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചാൽ അങ്ങനെയല്ല, എന്റെ അറിവോട് കൂടിയാണെന്നായിരിക്കും P. രാജീവ് പറയുക. പക്ഷെ അങ്ങനെ അല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ KN ബാലഗോപാലിനെ നോക്ക്. രാജ്യം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അദ്ദേഹം ഈ കടത്തിന്റെ കണക്കൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. കടവ് കുറഞ്ഞെന്നാ പറയുന്നത്. പക്ഷെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഖജനാവ് പൂട്ടാവുന്ന സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ സകല പാപഭാരങ്ങളും KN ബാലഗോപാൽ എന്ന മന്ത്രിയുടെ തലയിലേക്കാണ് എല്ലാവരും കൂടെ ചേർന്ന് വയ്ക്കുക, പാർട്ടി അടക്കം. അതിന്റെ ഉത്തരവാദിത്വം KN ബാലഗോപാലിനാണ്. പക്ഷെ സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചില സൂപ്പർ ധനകാര്യമന്ത്രിമാരാണ് ധനവകുപ്പിലെ പല കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്നത്. ധനവകുപ്പ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തടസ്സവാദം ഉന്നയിച്ചാൽ യാതൊരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അക്കാര്യത്തിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് ഓവർറൂൾ ചെയ്യപ്പെടും. ധനവകുപ്പിൽ നിന്ന് പോകുന്ന ചില നിർദ്ദേശങ്ങൾ അത് അവിടെ CMO-യില് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു, അത് മുന്നോട്ട് പോകുന്നില്ല. MP രാജേഷിനെ ഈ മന്ത്രിസഭ രൂപവൽക്കരിച്ചപ്പോൾ മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നില്ല, സ്പീക്കർ ആക്കുകയാണ് ചെയ്തത്. പിന്നീട് MP ഗോവിന്ദൻ മാഷിനെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് തദ്ദേശ ഭരണ വകുപ്പിന്റെ ചുമതല ലഭിച്ചത്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്, വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് തുടരുകയാണ്. മറ്റു പലരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ അനായാസം എത്തിയപ്പോൾ എറണാകുളത്ത് സംസ്ഥാന സമ്മേളനത്തിൽ 6-7 പേര് അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടവരാണ്. അതിനെ കുറ്റം പറയുകയല്ല, അത് തെറ്റാണെന്ന് പറയുകയല്ല, ചെറുപ്പക്കാർ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലെങ്കിലും അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തും എന്ന് എല്ലാവരും കരുതിയതാണ്.
കാരണം പാലക്കാട് നിന്നുള്ള AK ബാലൻ പ്രായപരിധി കഴിഞ്ഞ് ഏതാണ്ട് ഒഴിവായി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം വരേണ്ടതായിരുന്നു. ദിനേശ് പുത്തലത്ത്, KN സലീഹ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ ആളുകള് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് പാർലമെന്ററി പ്രവർത്തന രംഗത്തും മന്ത്രി എന്ന നിലയിലും നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള MP രാജേഷ് വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായി തുടരുന്നത്. നിരാശ തോന്നുക സ്വാഭാവികമല്ലേ. മുഹമ്മദ് റിയാസും എറണാകുളം സമ്മേളനത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് അംഗമായി. എന്തോ ചെറിയ വ്യത്യാസത്തിലാണ് ഇത്തവണ കേന്ദ്ര കമ്മിറ്റി അംഗമാകാതെ പോയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൈരളി TV സംഘടിപ്പിച്ച ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. അതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴത്തെ മന്ത്രി KN ബാലഗോപാലൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നത് ആങ്കർ ചെയ്തത് അല്ലെങ്കിൽ അവതാരകനായിരുന്നത് ജോൺ ബ്രിട്ടാസ. പാലക്കാട് മണ്ഡലത്തിൽ അന്ന് MP വീരേന്ദ്രകുമാറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് MP രാജേഷ് വിജയിച്ചു വന്നത്. ആ ചർച്ചയിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, CPM-ന്റെ ഒരു ഭാവി സംസ്ഥാന സെക്രട്ടറി ആവാൻ വേണ്ട എല്ലാ യോഗ്യതകളുള്ള ഒരാളാണ് MP രാജേഷ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്ന് ആ ചർച്ചയിൽ അവതാരകനായിരുന്ന ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ്. രാജേഷ് ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി വരെ ആയിട്ടേ ഉള്ളൂ. കെട്ടിക്കിടന്ന പലതും പൊട്ടി പുറത്തേക്ക് വന്നത് കഴിഞ്ഞ ദിവസം നടന്ന സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട 1,200 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് തിരുവനന്തപുരത്ത് നടപ്പാക്കിയത്. അതിന് 80 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ, മറ്റൊരു 80 കോടി തദ്ദേശ ഭരണ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തതാ. 40 കോടി നമ്മുടെ കോർപ്പറേഷന്റെ. PWD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് ഇതിൽ 5 പൈസയുടെ ചെലവില്ല. 1 രൂപ കൊടുത്തിട്ടില്ല. ചെലവാക്കിയത് കേന്ദ്ര ഫണ്ടിൽ നിന്ന്, തദ്ദേശ ഭരണ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന്, കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയതാരാ? നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. നഗരത്തിൽ ഉയർത്തിയ ഹോർഡിങ്ങുകളിൽ മുഴുവൻ, ഫ്ലെക്സ് ബോർഡുകളിൽ മുഴുവൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ PWD മന്ത്രിയും മാത്രമായിരുന്നു. വെറും മുഖ്യ അതിഥിയായിട്ടാണ് MP രാജേഷിനെ ക്ഷണിച്ചത്. അത് വലിയ പ്രശ്നമായി. MP രാജേഷ് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു എന്ന് കേൾക്കുന്നു. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കണമല്ലോ. നിഷേധിക്കാതെ അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് തുടരാൻ പറ്റത്തില്ല. എന്തായാലും മുഖ്യമന്ത്രി വന്നില്ല. മറ്റു പല യോഗങ്ങളിലൊക്കെ പങ്കെടുത്തതാണ്. പക്ഷെ പെട്ടെന്ന് പനിയുണ്ടായി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ യോഗത്തിന് വരാതിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ ശിവൻകുട്ടിയാണ്, തിരുവനന്തപുരത്തുള്ള മന്ത്രി ശിവൻകുട്ടിയാണ് ഈ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 1 രൂപ മുടക്കാതെ 1,220 കോടി രൂപയുടെ പ്രശസ്തിയും ക്രെഡിറ്റും അങ്ങ് ഡാവിൽ അടിച്ചെടുത്താൽ മറ്റുള്ളവർ സമ്മതിക്കുമോ? സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ലെങ്കിലും സ്വന്തം വകുപ്പിൽ നിന്ന് കൊടുത്ത പണമാണ് 80 കോടി രൂപ, തദ്ദേശ ഭരണ വകുപ്പ്. അപ്പോൾ അതിന്റെ മന്ത്രി അത് പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭയ്ക്കുള്ളിലെ ത്രയം, പാർട്ടിയിലെ അസ്വസ്ഥരായ ആളുകളുടെ കൂടിവരവുകൾ, ഇതൊക്കെ ചർച്ചാ വിഷയമാകുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കുറുമുന്നണിയോ ഗ്രൂപ്പോ വിഭാഗീയതയോ പാർട്ടിക്കുള്ളിൽ നടത്തിയാൽ കുഴപ്പമില്ല. അത് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ സർക്കാരിൽ, മന്ത്രിസഭയിൽ ഒരു കുറുമുന്നണി അല്ലെങ്കിൽ ത്രയം, 3 പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ ഒരു പ്രത്യേക സംഘം മാറി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത് ഗവൺമെന്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. പാർട്ടിയിൽ അത്തരത്തിലുള്ള ത്രയങ്ങളോ മറ്റെന്തെങ്കിലും കൂടിവരവുകളോ ഉണ്ടാവുന്നത് പോലെ അല്ല സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു ത്രയം. 1967 അതാണ് സംഭവിച്ചത്. അത് മുന്നണിയിലെ പാർട്ടികൾ തമ്മിലായിരുന്നു. പക്ഷേ അക്കാലത്ത് ഒരു പാർട്ടി മന്ത്രിസഭാ യോഗം ബോയ്ക്കോട്ട് ചെയ്യുന്ന സ്ഥിതി പോലും ഉണ്ടായി. അതാണ് പറഞ്ഞത്, മന്ത്രിസഭ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാ, കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതാ. ആ ഭരണ സംവിധാനത്തിൽ ത്രയം പോലെയുള്ള മറ്റു ചിന്തകൾ കടന്നു വരുന്നത് രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ താല്പര്യത്തെയായിരിക്കും ബാധിക്കുക. ഈ ത്രയം എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. ഇപ്പോൾ ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് വരിക. അപ്പോഴാണ് കൂടുതൽ അസംതൃപ്തരായ ആളുകൾ മുന്നോട്ട് വരിക. അപ്പോൾ ഈ ത്രയം എന്നുള്ള പേര് നമ്മൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. ത്രയം എന്ന് പറഞ്ഞാൽ 3 പേർ മാത്രമാണല്ലോ. അതിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് അപ്പോൾ പറ്റിയൊരു പേരിടാം.